ഹായ്, എൻ്റെ പേര് ബിപിൻ. ഇന്ന് ഡേറ്റ് 17/2/2025, സമയം 10:30 സമയമായിട്ടുണ്ട്. ഞാൻ എൻ്റെ KSFEയിൽ ചിട്ടി എടുത്തതിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയാണ്. ഞാൻ എല്ലാവരെയും പോലെ ഒരു സാധാരണക്കാരനാണ്. നമ്മൾ പുറത്തൊന്നും പോകാതെ നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, നാടിന് വേണ്ടി ജീവിക്കാമെന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷേ നാട്ടിൽ ജീവിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായ ഒരാളൂടെയാണ്. ഇവർ പറയുന്ന TV കൂടെ ചാനലുകാർ പറയുന്ന പോലെ ഒന്നുമല്ല. നാട്ടിലെ ജീവിതം വളരെ ദുസ്സഹമാണ്. അല്ലാതെ എങ്ങനെയാണ് നമ്മൾ പറയുക? ആരും ഇതൊന്നും പറയാറില്ല ഓപ്പണായിട്ട്. എന്നാലും ഞാൻ എൻ്റെ KSFE എടുത്തതിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ KSFEയിൽ ഒരു ചിട്ടി തുടങ്ങിയായിരുന്നു ആദ്യമേ. അപ്പം നല്ല ചിട്ടി എന്നുള്ള രീതിയിൽ 1,00,000 രൂപയുടെ ചിട്ടി അടച്ചു പോയി. കുറച്ച് കഴിഞ്ഞ് പിടിച്ചു. അപ്പം എൻ്റെ ഏജൻറ്റ് പറഞ്ഞു, അതായത് കളക്ഷൻ ഏജൻറ്റ് ഉണ്ട്, ഡെയിലി നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് പൈസ പിടിക്കും. അതായത് നമുക്കിപ്പം 2,500 രൂപയുടെ ചിട്ടിയാണെങ്കിൽ പുള്ളി 200, 300 വെച്ച് ഡെയിലി മേടിച്ച് പുള്ളി നമുക്ക് ഇത് തരും. അതവിടെ കൊണ്ട് പുള്ളി അടച്ചോളും. അങ്ങനെ നമ്മൾ ചിട്ടി തുടങ്ങി. 1 ചിട്ടിയായി, 2 ചിട്ടിയായി, 3 ചിട്ടിയായി, 4 ചിട്ടിയായി, 5 ചിട്ടിയായി, 6 ചിട്ടിയായി, അങ്ങനെ മൊത്തം ആദ്യം ഒരു 10-12 ചിട്ടി വരെയായി. അപ്പം ഇത് എല്ലാ ഏജൻറ്റ് പറയും, ഡെയിലി കളക്ഷൻ, ഡെയിലി 1,000 രൂപ വെച്ച് അടച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 30,000 രൂപ ആകുമല്ലോ മാസം. അപ്പം നമുക്ക് അങ്ങ് അടയ്ക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഓക്കെ, ഞാൻ ഓർത്തപ്പോൾ ലോങ് ടൈം ചിട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ അടവേ വരത്തുള്ളൂ. അപ്പോൾ എനിക്കൊരു 25 ലക്ഷം രൂപ ലോണുണ്ട്. അത് നേരത്തെ ഫാദറിൻ്റെ ഫാദർ എടുത്ത ലോണ്, അതിങ്ങനെ പുതുക്കി വന്നതാണ്. അപ്പം നമ്മൾ അത് ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ എൻ്റെ സ്ഥലത്തേൽ ഒരു 25 ലക്ഷം രൂപ കാനറ ബാങ്കിൽ ലോണുണ്ട്. അപ്പോൾ ഞാൻ ആ ലോണൊക്കെ തീർത്തേക്കാമല്ലോ എന്നൊക്കെ ഓർത്താണ് ഈ ചിട്ടി എടുത്തത്. അപ്പം ഞാൻ ചിട്ടിയെല്ലാം എടുത്തു. അതിൻ്റെ അകത്ത് കുറച്ച് ചിട്ടികളൊക്കെ പിടിച്ചു. ഒരു 10-12 ചിട്ടി എടുത്ത് ഞാൻ എൻ്റെ ചിട്ടിക്കകത്ത് ഞാൻ പിടിച്ചു. അപ്പോൾ ഈ ആദ്യമേ 1,00,000 ചിട്ടി പിടിച്ചപ്പോൾ എളുപ്പമായിരുന്നു പാസ്സായി വരാൻ വേണ്ടി. അതായത് അന്നൊരു നല്ലൊരു ലേഡി ആയിരുന്നിരുന്നു, ഒരു ലേഡി മാനേജറായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു നല്ല സഹകരണമായിരുന്നു. അപ്പം എന്താ ചെയ്യേണ്ടതെന്നെല്ലാം നമുക്ക് നല്ല കൃത്യമായിട്ട് പുള്ളിക്കാരി പറഞ്ഞു തരുമായിരുന്നു. പുള്ളിക്കാരുടെ പേര് ഐ തിങ്ക് ലേഖ എന്ന് പറഞ്ഞാണ്. ഞാൻ മുണ്ടക്കയം ബ്രാഞ്ചിലാണ് ചിട്ടി കൂടിയിരിക്കുന്നത്. അപ്പം നല്ല മാനേജർ, നല്ല പെരുമാറ്റമായിരുന്നു. അത് കഴിഞ്ഞ് മാനേജർ മാറി, പുതിയ മാനേജർ വന്നു. ഉടനെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ഞാൻ എൻ്റെ പേരിലുള്ള വേറൊരു ചിട്ടി പിടിച്ചു. അതിൻ്റെ അകത്തെ ഫണ്ട് ഓൾറെഡി അതിൻ്റെ അകത്ത് കിടക്കുന്ന ഫണ്ട് എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി അതെന്തോ സൈൻ ചെയ്യാൻ എന്തോ വിട്ടുപോയി. അത് ഞാൻ പിന്നെയും ചെല്ലേണ്ട വന്നു. ഇങ്ങനെ 2-3 പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞു, ഇത് ശരിയല്ല, നമുക്ക് പൈസയ്ക്ക് ആവശ്യമുള്ളപ്പം നമ്മൾ പിടിച്ചിട്ടിരിക്കുന്ന സാധനം നമുക്ക് തിരിച്ചു തരിക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളെന്താണ് ഇതിങ്ങനെ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഞാൻ ചൂടായി. അത് ചൂടായതോടെ ഇവരുടെ മട്ടും മുട്ടും മാറി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഈ കഴിഞ്ഞ ദിവസം വന്നതാണ്, അപ്പം നിങ്ങളിത് ചെയ്തു തന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അപ്പുറത്തുനിന്ന് ഒരു ലേഡി പറയുക, സാറേ 4 മണിയായപ്പോഴാണ് ഈ പുള്ളി വന്നതെന്ന്. അതായത് 2 ദിവസം മുമ്പ് ഞാൻ 4 മണിയായപ്പോഴാണ് വന്നത്. അത് പിറ്റേ ദിവസം ഒരു ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള ദിവസമാണ് ഞാൻ മാനേജറെ പോയി കാണുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു, 5 മണി വരെ KSFE വർക്കിംഗ് ആണല്ലോ എന്നുള്ള രീതി ചോദിച്ചു. അത് ഇവർക്ക് ഭയങ്കരമായിട്ട് ഈഗോ ഹേർട്ടായി. പിന്നെ തൊട്ട് എന്നെ അങ്ങ് ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് ഞാൻ ശരിക്കും ചിട്ടി പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ കാനറ ബാങ്കിലിരിക്കുന്ന ലോണാണ്, അത് ടേക്ക് ഓവർ ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത്. ഇതുകൂടാതെ അപ്പം പെട്ടെന്ന് പൈസ വേണ്ടിയിട്ട് ഞാൻ, നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും ടൈറ്റാണല്ലോ. അപ്പം ഞാൻ എൻ്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല ഊരി അവിടെ കൊണ്ടുപോയി പണയം വെച്ചു. അപ്പം എൻ്റെ മറ്റേ കളക്ഷൻ എടുക്കാൻ വേണ്ടി വരുന്ന പുള്ളി പറഞ്ഞു, അതെന്നെ പിടിച്ച ചിട്ടി കിടപ്പുണ്ടല്ലോ, ഇന്നിപ്പം ലോണിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ പൈസ കിട്ടും, അപ്പോൾ ഉടനെ തന്നെ അടുത്ത ദിവസം നിങ്ങൾ ഇത് ചിട്ടിയിലോട്ട് മാറ്റിയാൽ മതിയല്ലോ എന്ന്. ഞാനത് കഴിഞ്ഞ് പല തവണ പിടിച്ച ചിട്ടിയുടെ എമൗണ്ടിലേക്ക് മാറ്റിയാൽ മതിയല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ പല തവണ ഞാൻ ഇതിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന പറഞ്ഞു തരാൻ വേണ്ടി ഇരിക്കുന്ന ലേഡിക്ക് ഇവിടെ ഒരു സർജറി കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പം നമുക്ക് അടുത്ത ആളോട് ചോദിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും എല്ലാവരും ഒരു ലൂസ് മട്ട. എന്നാൽ പിന്നെ ഞാൻ കോട്ടയത്ത് പോയി പരാതി പറഞ്ഞു. ഇതിലൊന്നും നമുക്ക് വേണ്ട ഉത്തരങ്ങൾ കിട്ടാറില്ല. ഇവരാരും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുമില്ല. അതുകൊണ്ട് ആരും വലിയ ചിട്ടികൾ KSFEയിൽ എടുക്കാതിരിക്കുക.
അത്യാവശ്യം ഇത് സർക്കാർ ഉദ്യോഗസ്ഥർക്കും, അതായത് സ്ഥിരം സാലറീഡ് ആയിട്ടുള്ളവർക്ക് പൈസ ഇങ്ങനെ കൂട്ടി വെച്ച് പൈസ ഉടനെ ആവശ്യമില്ലാത്തവർ മാത്രം കൂടേണ്ട ഒരു സംഭവമാണ്. എൻ്റെ പേഴ്സണൽ യൂസർ എക്സ്പീരിയൻസിൽ നിന്ന് ഇതിന് നമ്മൾ 100-ൽ 0 ഇതാണ് നമ്മൾ കൊടുക്കുകയുള്ളൂ. കാരണം നമ്മളെ മെനക്കെടുത്താവുന്നതിൻ്റെ മാക്സിമം മെനക്കെടുത്തി അതിൻ്റെ അകത്ത് ഒരു 3-4 അടവ് മുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാർ നമ്മുടെ വീതപ്പലിശയെ അടിച്ചു മാറ്റും. എന്നിട്ട് അതിൻ്റെ പുറത്ത് പലിശയുടെ പുറത്ത് പലിശ. നമുക്കൊരു വിധത്തിലും ഈ സാധനം ഊരിയെടുക്കാൻ പറ്റത്തില്ല. അതായത് 10 വർഷത്തെ 100 മാസം ചിട്ടിയൊക്കെയാണെങ്കിൽ 100 മാസത്തേക്ക് ഇവർ പറയുന്നത് സാറേ FD ഇട്ടോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാധനം എടുക്കുന്നത്. അവർക്ക് അവർക്ക് വേണ്ടത് FD ആണ്. അപ്പോൾ നമ്മുടെ പൈസ മൊത്തം അവിടെ ലോക്കായി കിടക്കും. അതിപ്പം എന്താ പറയുക, നമ്മൾ ആവശ്യത്തിന് വേണ്ടി KSFയിൽ ചിട്ടി തുടങ്ങരുത്. ചുമ്മാ ഒരു സേവിങ്ങിന്, ഇപ്പോഴത്തെ കാലത്ത് സേവിങ് അതിൽ നല്ല പല സേവിങ്ങുകളും ഉണ്ട്. മ്യൂച്വൽ ഫണ്ടുണ്ട്, അങ്ങനെയുള്ള ഒത്തിരി സേവിങ് സ്കീമുകളുണ്ട്. അത് വെച്ച് നോക്കുമ്പം KSFയിൽ ചിട്ടി കൂടുന്നത് വളരെ മണ്ടത്തരമാണെന്ന് ഞാൻ എൻ്റെ കാൽക്കുലേഷനിൽ നിന്ന് പിടികിട്ടി. പിന്നെ ഞാനിപ്പോൾ എനിക്ക് മൊത്തം ഒരു 25 ലക്ഷം രൂപ അടുത്ത് ഞാൻ വില കുറച്ച് ചിട്ടി പിടിച്ചു. അതായത് 12 ലക്ഷം രൂപയുടെ ചിട്ടിയൊക്കെ ഞാനൊരു 3.5 ലക്ഷം രൂപ കുറച്ച് 8,50,000 രൂപയ്ക്ക് എനിക്ക് ആ ലോണങ്ങ് അടഞ്ഞു തീർന്നോട്ടെ, അപ്പോൾ പലിശ കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ലാഭം ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ എൻ്റെ സ്ഥലം ഈട് വെക്കാൻ വേണ്ടി പോയി ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നോടുള്ള ആ വൈരാഗ്യം കാരണം ഇവർ സ്ഥലം നോക്കാൻ വരത്തില്ല, പേപ്പർ മേടിക്കില്ല. എൻ്റെ പൈസ മൊത്തം അവിടെ ഡെഡായിപ്പോയി. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ഡയറക്റ്റ് മേടിക്കുന്നതല്ല. പിന്നെ സമയം കഴിയും തോറും നമ്മൾ ഡെയിലി കളക്ഷൻ ഏജൻറ്റ് വന്നുകൊണ്ടിരിക്കേണ്ടതാണ്. ഈ ഡെയിലി കളക്ഷൻ ഏജൻറ്റ് ചിട്ടി പിടിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം വന്നിട്ട് പറയും ആ പൈസയും കിട്ടേക്കണേ എന്ന് പറയുന്ന രീതിയിലേക്ക് വരെ സംഭവങ്ങളെ. ഡെയിലി കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി കളക്ഷൻ ആൾ വരണം, എന്നാലേ നമുക്ക് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുകയുള്ളൂ. ഇങ്ങനെയാണ് KSFയിലെ കാര്യങ്ങൾ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി. ഞാൻ എൻ്റെ ബ്രാഞ്ച് മുണ്ടക്കയാണ്. ഞാൻ മുണ്ടക്കയം ബ്രാഞ്ച് നോക്കിയിട്ട് ഇത് ശരിയാകാഞ്ഞിട്ട് ഞാൻ കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടുത്തെ മാനേജരും കൂട്ടാം. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൂട്ടായ പോലെ വർത്തമാനം പറയുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി ചെല്ലുന്നത്? അത് കഴിഞ്ഞ് ഞാൻ തൃശ്ശൂർ ഇവരുടെ മെയിൻ ബ്രാഞ്ചിൽ പോയപ്പം ആ സാറ് നല്ല സഹകരണമായിരുന്നു. സാറ് പറഞ്ഞു നമുക്ക് ശരിയാക്കാം, പല മാനേജർമാരും പല ഇതല്ലേ, സ്വഭാവക്കാരല്ലേ, നമുക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിയാക്കാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ പറഞ്ഞു നിൽക്കുന്നു. ഇപ്പം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒരിക്കലും നമ്മുടെ ഫണ്ട് നമുക്ക് വെറുതെ റിലീസ് ചെയ്ത് തരത്തില്ല. പണ്ടത്തെ കാലത്തൊക്കെ ചിട്ടിയെടുത്ത് നമുക്ക് ലാഭമായിരുന്നു, ഇന്നത്തെ കാലത്ത് വൻ നഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂവിൽ KSFയിലെ ചിട്ടി ജീവനുണ്ട് എടുത്തേക്കില്ല. വേറെ ഏതെങ്കിലും ചിട്ടിയാണെങ്കിൽ സ്പീഡിൽ പാസ്സായി വരും. അതുപോലെ ഫണ്ട് നമുക്ക് റിലീസ് ചെയ്ത് കിട്ടും. കാര്യമുള്ളപ്പോൾ ഇപ്പോൾ 1 ലക്ഷം രൂപ, ഇപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപയുടെ ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ചിട്ടി പിടിക്കുന്നത്. ഇവർ പറയുന്നത് മുൻകൂട്ടി കണ്ടുപിടിക്കണം എന്നൊക്കെയാണ്. നമ്മളിപ്പോൾ ഒരാവശ്യത്തിന് വേണ്ടി ചിട്ടി പിടിക്കുന്ന പൈസ ഇവർ 2-3 മാസം ഹോൾഡ് ചെയ്തിട്ടേ തരത്തുള്ളൂ. അപ്പം നമ്മുടെ ആ ആവശ്യം നമ്മൾ വേറെ എവിടെയെങ്കിലും കടം മേടിച്ച് നടത്തണം. അതിലും നല്ലത് വേറെ ഏതെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് തന്നെ 2,500 രൂപ വെച്ച് ഡിപ്പോസിറ്റ് ചെയ്ത് അല്ലെ വല്ലതും മറ്റേ എന്തെങ്കിലും കളക്ഷനിലോട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ ആവശ്യമുള്ളപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ പൈസ കിട്ടും. ഇത് ഭയങ്കര തട്ടിയില്ല. അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് വേറൊരാൾ കുഴിയിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടി പറയുവാണ്, KSFയിലെ ചിട്ടി എടുക്കുമ്പോൾ എല്ലാവരും നോക്കി എടുക്കാവുള്ളൂ. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. ഞാനിപ്പം ബ്രാഞ്ചിലൊന്ന് പോയി ചോദിക്കട്ടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുമെന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ കറക്റ്റായിട്ട് ഒരു വീഡിയോയും കൂടെ ഞാൻ ഇട്ട് തരാം. ഇപ്പം നിലവിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു 100-ൽ ഒരു 8 മാർക്ക് കൊടുക്കാം. അത്ര മോശമാണ്. കാരണം ഇവരെ ഈ പറയുന്ന ഓഫറും ഇവർ നമുക്ക് ചെയ്തു തരുന്നതും രണ്ടും രണ്ടാണ്. അത് എന്താ പറയുക, ഉടനെ പൈസ ആവശ്യമില്ലാത്തവർക്ക് പൈസ അതിൻ്റെ അകത്ത് ഇടാം, അല്ല ഒരുപാട് പൈസ ഉള്ളവർക്ക് അതിൻ്റെ അകത്ത് പൈസ ഇട്ട് വെക്കാം. അല്ലാതെ സാധാരണക്കാരന് പറ്റിയൊരു സംഭവമല്ല. ഇടത്തരക്കാരെ അവർ ഭയങ്കര പുച്ഛത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് നോക്കി കണ്ട് മാത്രം KSFയിൽ കയറുക. എൻ്റെ പേഴ്സണൽ യൂസർ എക്സ്പീരിയൻസാണ് ഞാൻ പറഞ്ഞത്. ഇത് വേറെ ആരുടെയല്ല, എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തത്.